സൂരജ്, ഈ പോലീസ് അന്വേഷണം നിലവിൽ എങ്ങനെയാണ്? 15 ലക്ഷം രൂപ ഇതിനകം തന്നെ നഷ്ടമായിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതിയെക്കുറിച്ച് ഈ പ്രതി പോയ ഇത് ഏത് ദിശയിലേക്കാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ്? തീർച്ചയായും പ്രവിധ, അതായത് കൂടുതൽ വിവരങ്ങളിലേക്ക്, അതായത് കൂടുതൽ വിപുലമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നു. അതായത് ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ മറ്റുള്ള സ്ഥലത്തെ പോലീസിനെ കൂടി അലേർട്ട് ചെയ്യുന്നു. ഹൈ അലേർട്ടാണ് വിവിധ ഇടങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയുണ്ട്. ഈ അന്തർ സംസ്ഥാന പാതയിലൂടെ എല്ലാം ഈ മോഷ്ടാവ് രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലേക്ക് കടക്കുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിലെ പോലീസിന് ഉൾപ്പെടെ ഹൈ അലേർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക്, അതായത് പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. പോലീസിന് ചില നിർണായകമായ വിവരങ്ങൾ, അതായത് ഈ ബാങ്കുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ബാങ്കിനെ കുറിച്ച് മുൻപരിചയമുള്ള ഒരാളാണ് മോഷണം നടത്തിയത് എന്ന കൃത്യമായ വിവരത്തിലേക്ക് പോലീസ് എത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങളിലേക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ ഒരു സംഘം പോലീസ് വിവിധ ഇടങ്ങളിൽ ഈ വിഷ്വലുകൾ ശേഖരിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. മറുതലക്കലിൽ DYSPയുടെയും SP-യുടെയും എല്ലാം നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ നേരിട്ടെത്തി ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതിൽ ജീവനക്കാരുടെ മൊഴികളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു നിർണായകമായ വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ മേഖലയിലേക്ക് വന്ന ആളുകളുണ്ട്. ഈ ബാങ്കിലേക്ക് വന്നവരിൽ ഏതെങ്കിലും തരത്തിൽ സംശയമുള്ള എന്തെങ്കിലും തോന്നിയോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഈ ആളുകളിൽ നിന്ന് പോലീസ് തേടുന്നുമുണ്ട്. എന്തായാലും ഈ വിവരം അറിഞ്ഞെല്ലാം തന്നെ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പ്രത്യേകിച്ച് സ്മിതയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയപാതയോട് ചേർന്ന ഒരു മേഖലയാണ് ഈ പോട്ട എന്ന് പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ പോയാൽ നമുക്ക് കാണാം, തൊട്ടപ്പുറത്ത് കടകളുണ്ട്. തൊട്ടപ്പുറത്ത് ചേർന്ന കടകളും ഇതൊരു ഇരുനില കെട്ടിടമൊക്കെയാണ് ഇതിന് മുകളിലേക്കുള്ളത്. ഒരു ഇരുനില കെട്ടിടവും എല്ലാമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അതായത് കൃത്യമായ ഒരു ജനത്തിരക്കേറിയ സ്ഥലത്താണ് ഈ മോഷണം നടന്നത് എന്നുള്ളതാണ്. അതും പട്ടാപ്പകൽ ഒരു മോഷണം നടന്നു എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. അതാണ് ഇവരും പറയുന്നത്, ജീവനക്കാരും പറയുന്നത്. അതായത് ഇങ്ങനെ ഒരാൾ ഇതുപോലൊരു സ്ഥലത്ത് അപ്രതീക്ഷിതമായി വന്ന ആയുധം കാട്ടി തങ്ങളെ ബന്ദികളാക്കി മോഷണം നടത്തും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അങ്ങനെ ഒരു നടപടി തങ്ങളെ ബന്ദികളാക്കുന്ന ഒരു നടപടി തങ്ങൾക്ക് നേരെ ഉണ്ടായ സമയത്ത് എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്ത നിസ്സഹായാവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. ഒരു സമയം ഞങ്ങൾ പതറിപ്പോയി എന്നുള്ളത് ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ പ്രതി കൃത്യമായി വരുന്ന സമയത്ത് ഇവരെ ശുചിമുറിക്കകത്തിട്ട് പുറത്തുനിന്ന് പൂട്ടുന്നു എന്ന് മാത്രമല്ല, ഒരു കസേര കൂടി ഫോറൻസിക് സംഘം കൂടി ഇപ്പോൾ വരുന്നത് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ആണ്. ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ആളുകൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ആളുകളെ കൂടി എത്തിച്ചുകൊണ്ട്, വിരലടയാള വിദഗ്ധരെ കൂടി എത്തിച്ചുകൊണ്ട്, അടയാള വിദഗ്ധർ കൂടി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അത് വലിയ ഗൗരവമേറിയ ഒരു വിഷയമാണിത്. പട്ടാപ്പകലാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലാണ്, പോട്ടയിൽ. അത് ഒരുപാട് ജനത്തിരക്കേറിയ ഒരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഈ സ്കൂട്ടറിൻ്റെ നമ്പർ അതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്കൂട്ടറിൻ്റെ ഉടമ ആരാണെന്ന് തിരക്കിയാൽ അത് ഒരു പക്ഷേ ആ പ്രതി തന്നെയാകാം, അല്ലെങ്കിൽ അയാൾ എവിടെ നിന്നെങ്കിലും അത് മോഷ്ടിക്കുകയോ മറ്റോ ചെയ്തതാകാം. അപ്പോൾ ആ രീതിയിലും അന്വേഷണം പോകും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ ഏതായാലും 2 പേരെ പൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന മറ്റ് 2 പേരെ ആ മുറിക്കുള്ളിൽ തന്നെ പൂട്ടിയിടുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രതി മോഷണം നടത്തിയത്. തീർച്ചയായിട്ടും വലിയ ഗൗരവമേറിയ ഒരു വിഷയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 15 ലക്ഷം രൂപയാണ് കവർന്നത്. ക്യാഷ് കൗണ്ടർ കസേര കൊണ്ട് അടിച്ച് തകർത്താണ് പണം മോഷ്ടിച്ചത്. മറ്റിടങ്ങളിലേക്ക് സ്ട്രോങ് റൂം അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഇയാൾ കടന്നു പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് 15 ലക്ഷം രൂപ മോഷണം പോയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചാൽ വളരെ സ്വാഭാവികമായി ഒരാൾ സ്ഥിരമായി വരുന്ന ബാങ്കിലേക്ക് വരുന്നത് പോലെയോ, അല്ലെങ്കിൽ സ്ഥിരമായി ഒരു ഷോപ്പിങ്ങിന് പോകുന്നത് പോലെയോ ഒരു ബാഗ് അയാളുടെ പുറകിൽ തൂക്കിയിട്ടുണ്ട്. സ്കൂട്ടർ അവിടെ വയ്ക്കുന്നു, സാധാരണ പോലെ കടന്നു പോകുന്നു, അതിനകത്തേക്ക് കയറി പോകുന്നു. ഒരാളും അവിടെ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്യൂരിറ്റി ഇല്ല, ഉച്ചഭക്ഷണ സമയമാണ്, ബാങ്കിൽ അധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നേ ഇല്ല. ബാങ്കിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മാനേജറും പിയൂണിനോടാണ് ആദ്യം ഇയാൾ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയത്. ക്യാഷ് എന്ന് അയാൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ സൂരജ് നൽകിയ വിവരം.
അതിനുശേഷം അവരെ കൊണ്ടുപോയി പൂട്ടിയിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അയാൾ ഒരു വശത്ത് നോക്കിയാൽ അയാൾ പണം എടുക്കുന്നു, ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. മറ്റൊരു വശത്തെ വിൻഡോയിൽ പ്രേക്ഷകർക്ക് കാണാം പോലീസ് അവിടെ നിന്ന് കൂടുതൽ ജീവനക്കാരോട് വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിരലടയാള വിദഗ്ധർ കൂടി എത്തിയിട്ടുണ്ട്.